നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള KSRTC ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് ആരംഭിച്ചു. തൊടുപുഴ MLA PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ 5 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഓൺലൈനായി നിർവഹിച്ചു. മണക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ തൊടുപുഴ MLA PJ ജോസഫ് തിരി തെളിയിച്ചു. തൊടുപുഴ മോർ ജംഗ്ഷനിൽ കോതായിക്കുന്ന് റോഡിൽ PWD വകുപ്പിന്റെ വാരിക്കുഴി. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ വഴിയിൽ രൂപം കൊണ്ട ഈ കുഴിയിൽപ്പെട്ട് അപകടങ്ങൾ തുടർക്കഥയാകുകയാണ്. കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 23-ന് കോതമംഗലം DFO ഓഫീസിലേക്ക് ആന സമരം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാർ അറിയിച്ചു. ധ്യാനങ്ങളിലൂടെയും കൗൺസിലിംഗുകളുടെയും 10,000-കണക്കിന് ആളുകളെ പുതുജീവിതത്തിലേക്ക് നയിച്ച ഫാദർ ജോർജ് കരിന്തോളിൽ MCBS അന്തരിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള KSRTC ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് ആരംഭിച്ചു. തൊടുപുഴ MLA PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. 4 മണിക്ക് തൊടുപുഴയിൽ നിന്നും അരിക്കുഴ, പണ്ടപ്പിള്ളി, മൂവാറ്റുപുഴ, പോഞ്ഞാശ്ശേരി, രാജഗിരി ആശുപത്രി, ആലുവ, അങ്കമാലി, ചാലക്കുടി, മണ്ണൂത്തി ബൈപ്പാസ്, വടക്കാഞ്ചേരി, ആലത്തൂർ, കുഴൽമന്ദം വഴി 9:45-ന് പാലക്കാട് എത്തിച്ചേരുന്ന രീതിയിലാണ് സർവീസ്. പിറ്റേ ദിവസം രാവിലെ 5:15-ന് പുറപ്പെട്ട് 10:55-ന് തൊടുപുഴയിൽ എത്തിച്ചേരും. പാലക്കാട്ടേക്കൊരു പുതിയ സർവീസ് ആരംഭിക്കുന്നത് തൊടുപുഴയെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമാണ്. ഇത് മണക്കാട് റൂട്ടിൽ മൂവാറ്റുപുഴ, പെരുമ്പാവൂരിൽ നിന്ന് രാജഗിരി പോയി സർവീസ് തൊടുപുഴയിലെ ജനങ്ങൾക്ക് വലിയ ഉപകാരം. ഇടുക്കി ജില്ലയിലെ 5 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഓൺലൈനായി നിർവഹിച്ചു. മണക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ തൊടുപുഴ MLA PJ ജോസഫ് തിരി തെളിയിച്ചു. ഇടുക്കി ജില്ലാ സബ് കളക്ടർ അനൂപ് ഗർഗ് IAS ഉൾപ്പെടെ നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ദേവികുളം നിയോജക മണ്ഡലത്തിലെ മൂന്നാർ, കുഞ്ചിത്തണ്ണി, തൊടുപുഴയിലെ മണക്കാട്, ഉടുമ്പൻചോലിയിലെ ചക്കുവള്ളം, പീരുമേട്ടിലെ കുമളി തുടങ്ങിയ വില്ലേജ് ഓഫീസുകളാണ് സ്മാർട്ടാവുക. നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഓൺലൈനായി നിർവഹിച്ചു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യമാണ്. കേരളത്തിലെ റവന്യൂ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് റവന്യൂ വകുപ്പ് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ തന്നെ അതിനനുരോധമായ വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ വലിയ ശ്രദ്ധയാണ് ഗവൺമെന്റ്. മണക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി ജില്ലാ സബ് കളക്ടർ അനൂപ് ഗർഗ് IASന്റെ സാന്നിധ്യത്തിൽ തൊടുപുഴ MLA PJ ജോസഫ് തിരി തെളിയിച്ചു. പറഞ്ഞതുപോലെ സംസ്ഥാനത്താകെ 26 ഓഫീസുകളിലെ തറക്കല്ലിടൽ പഠനമാണ് നടക്കുന്നത്. റവന്യൂ മന്ത്രിയാണ് അത് ഓൺലൈനായി ചെയ്യുന്നത്. ഈ അവസരത്തിൽ മണക്കാട് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും കുറേ കൂടി വേഗത്തിൽ കാര്യങ്ങൾ നടത്തുവാൻ, കാലനിർമ്മം കൂടാണ്ട് കാര്യങ്ങൾ നടത്തുവാൻ കഴിയുന്ന ഒരു പ്രവർത്തനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു, മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ്, വാർഡ് മെമ്പർമാരായ ദാമോദരൻ നമ്പൂതിരി, VB ദിലീപ് കുമാർ, ജീന അനിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധി സഞ്ജയ് കുമാർ,
KMA ഷുക്കൂർ, ജോൺസ് നന്ദലം, VR പ്രമോദ്, ജോയി ജോസഫ്, എബി കുര്യാക്കോസ്, ബാബു വർഗീസ്, ബിജു നെടുങ്ങോത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൊടുപുഴ മോർ ജംഗ്ഷനിൽ കോതായിക്കുന്ന് റോഡിൽ PWD വകുപ്പിന്റെ വാരിക്കുഴി. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ വഴിയിൽ രൂപം കൊണ്ട ഈ കുഴിയിൽപ്പെട്ട അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ല. അരിഞ്ഞൊഴിക്കുഴ പകർത്തിയ ദൃശ്യങ്ങൾ. ഇടുക്കിയിൽ ഇരട്ടയാർ ടണലിൽ ഒഴുക്കിൽപ്പെട്ട 12 വയസ്സുകാരനായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. ഉപ്പുതറ മയിലാടുംപാറ രതീഷിന്റെ മകൻ അക്കു എന്ന് വിളിക്കുന്ന അസൗരേഷാണ് ഒഴുക്കിൽപ്പെട്ടത്. അസൗരേഷിനൊപ്പം വെള്ളത്തിൽ വീണ കായംകുളം മുതുകുളം നടുവിലേയത്ത് പൊന്നപ്പന്റെ മകൻ അതുൽ മരിച്ചിരുന്നു. കളിക്കുന്നതിനിടെ ജലാശയത്തിൽ വീണ പന്തെടുക്കുന്നതിനിടെയാണ് ഇരുവരും ഒഴുക്കിൽപ്പെട്ടത്. ഇരട്ടയാർ ഡാമിൽ കാണാതായ കുട്ടിക്കായി 2ാം ദിവസം തിരച്ചിൽ ആരംഭിച്ചു. നൈറ്റ് വിഷൻ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിക്കും. കുട്ടികൾ കുളിക്കാനിറങ്ങിയ സ്ഥലത്തും സ്ക്യൂബ ടീം ബോട്ട് ഉപയോഗിച്ച് പരിശോധിക്കും. തുടർന്ന് ഇരട്ടയാർ ടണൽ ഭാഗത്തേക്ക് ഡ്രോൺ സംഘത്തെ ബോട്ടിലെത്തിച്ച് ഡ്രോൺ ടണലിലേക്ക് പറത്തും. 5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണലാണ് ഇരട്ടയാറ്റിൽ നിന്നും അഞ്ചുരുളിയിലേക്കുള്ളത്. ഇതിൽ നൈറ്റ് വിഷൻ ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത്. ഇരട്ടയാറിൽ നിന്നും അഞ്ചുരുളിയിൽ നിന്നും ഡ്രോണുകൾ പറത്തി പരിശോധന നടത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കുട്ടികൾ കുളിക്കാൻ ഇറങ്ങിയ സ്ഥലത്ത് കുട്ടികളുടെ ചെരുപ്പും വസ്ത്രങ്ങളും കണ്ടെത്തി. അതുകൊണ്ട് തന്നെ കുട്ടികൾ കുളിക്കാനായി ഡാമിലേക്ക് ഇറങ്ങിയതാണെന്ന് വ്യക്തമാകുന്നു. കുളിക്കാൻ ഇറങ്ങിയ സ്ഥലത്ത് നിന്നും ഏകദേശം 300 മീറ്റർ ദൂരത്തിലാണ് ടണൽ ആരംഭിക്കുന്നത്. വ്യാഴം രാവിലെ 9 മണിയോടെ കുളിക്കാനാണെന്ന് പറഞ്ഞാണ് കുട്ടികൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എന്നാൽ ഇവർ ഡാമിന്റെ ഭാഗത്തേക്ക് പോയി വെള്ളത്തിൽ ഇറങ്ങുകയായിരുന്നു. ഓണാവധി ആഘോഷിക്കാനാണ് ഇരട്ടയാർ ചേലക്കക്കവലയിലെ തറവാട് വീട്ടിലേക്ക് വളകോട് സ്വദേശി അസൗരേഷും കായംകുളം സ്വദേശി അതുൽ ഹർഷും സഹോദരങ്ങളോടൊപ്പം എത്തിയത്. വ്യാഴം 9:45 വീടിന്റെ സമീപമായ ഡാമിന്റെ ടണൽ പരിസരത്താണ് കുട്ടികൾ കുളിക്കുവാനായി ഇറങ്ങിയത്. 2 പേർ വെള്ളത്തിലിറങ്ങിയതോടെ കാൽ വഴുതി അപകടം സംഭവിക്കുകയായിരുന്നു. ഇവർ ഒഴുക്കിൽപ്പെട്ടതോടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ നിലവിളിച്ച് ആളുകളെ കൂട്ടി. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് അതുൽ ഹർഷിനെ ടണലിന് സമീപത്ത് നിന്ന് കരയ്ക്കെടുത്ത ശേഷം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ഇരട്ടയാർ ഡാമിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കാണാതായതോടെ അഞ്ചുരുളി ഡാമിലേക്ക് തിരച്ചിൽ നീട്ടിയിരുന്നു. സ്ക്യൂബ ടീം, ഫയർഫോഴ്സ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. അതിനോടൊപ്പമാണ് നൈറ്റ് വിഷൻ ഡ്രോണുകൾ ഉപയോഗിച്ചും ടണലിനുള്ളിൽ അസൗരേഷനായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 23-ന് കോതമംഗലം DFO ഓഫീസിലേക്ക് ആനസമരം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാർ അറിയിച്ചു. ആനയെ മുന്നിൽ നിർത്തിയാണ് പ്രതിഷേധ പ്രകടനം ആരംഭിക്കുന്നത്. കാഞ്ഞിരവേലിയിൽ വീട്ടമ്മ മരണപ്പെട്ടപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ലെന്ന് അവർ ആരോപിച്ചു. RRT ടീമിനെ അനുവദിച്ച് കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രദേശവാസികൾക്ക് സംരക്ഷണം നൽകണമെന്നും ശാസ്ത്രീയ പഠനം നടത്തി വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാർ ആവശ്യപ്പെട്ടു. വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോൾ ഒരു നടപടിയും എടുക്കാൻ തയ്യാറാകാത്ത MLAക്കും LDF സർക്കാരിനുമെതിരെയാണ് സമരം. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആനയെ മുന്നിൽ നിർത്തിയാണ് പ്രതിഷേധ പ്രകടനം ആരംഭിക്കുന്നത്. നിയോജക മണ്ഡലത്തിലെ കോട്ടപ്പടി, പിണ്ടിമന, കീരമ്പാറ, കുട്ടമ്പുഴ, കവളങ്ങാട് എന്നീ പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനോ ട്രെഞ്ച് കുഴിക്കുന്നതിനോ അധികാരികൾ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ 8 വർഷത്തിനിടെ ആക്രമണങ്ങൾക്ക് ഇരയായി മരണം സംഭവിച്ചവർക്കും പരിക്കേറ്റവർക്കും കൃഷി നശിച്ചവർക്കും വളർത്തുമൃഗങ്ങൾ നഷ്ടമായവർക്കും മതിയായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ ഇന്ദിര എന്ന വീട്ടമ്മ മരണപ്പെട്ടപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. RRT ടീമിനെ അനുവദിച്ച് കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രദേശവാസികൾക്ക് സംരക്ഷണം നൽകണമെന്നും ശാസ്ത്രീയ പഠനം നടത്തി വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കൽ, ബാബു ഏലിയാസ് എന്നിവർ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന ഹെഡിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പണം അനുവദിക്കാൻ തയ്യാറാകാത്തതുമൂലം ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അപകടമുണ്ടാകുമ്പോൾ മാത്രം വന്യമൃഗശല്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന MLAയും സർക്കാരും അപ്പോൾ നൽകുന്ന ഉറപ്പുകൾ പിന്നീട് പാലിക്കപ്പെടാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാർ പറഞ്ഞു.
രാവിലെ 10 മണിക്ക് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഞങ്ങളൊരു ആനയെ മുൻനിർത്തിക്കൊണ്ട് DFO ഓഫീസിന് മുന്നിലേക്ക് ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനായ മൂവാറ്റുപുഴ എംഎൽഎ മാത്യു കുഴൽനാടനാണ് എത്തുന്നത്. ഈ നിയോജകമണ്ഡലത്തിലെ വന്യമൃഗശല്യത്തിന് ഇരയായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ജനസമൂഹത്തിൻ്റെയും പിന്തുണയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഈ സമരം ഞങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു. സാധാരണഗതിയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള വന്യമൃഗശല്യങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെ അതല്ലെങ്കിൽ സമരങ്ങൾ സംഘടിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ മാത്രം മുൻനിർത്തി അതല്ലെങ്കിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരാണ് എന്ന നിലയിലാണ് പലപ്പോഴും നമ്മുടെ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഈ സമരത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അവർ ഇതിനകത്ത് പ്രധാന പങ്ക് വഹിക്കേണ്ട ആളുകൾ തന്നെയാണ്. പക്ഷെ ഇതിനകത്തൊരു രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടല്ലാതെ ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. നവകേരള സദസ് കോതമംഗലത്ത് സംഘടിപ്പിച്ചപ്പോൾ 3800ഓളം പരാതികൾ ലഭിച്ചതിൽ കൂടുതൽ പരാതികളും വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടതായിരുന്നുവെന്നും ഇതിൽ ഒരെണ്ണത്തിന് പോലും നാളിതുവരെ ഒരു പരിഹാരവും ഉണ്ടാക്കാൻ സർക്കാരിനും MLAയ്ക്കും കഴിയാത്തത് പ്രതിഷേധാർഹം ആണെന്നും ഇവർ പറഞ്ഞു. സർക്കാർ അനാസ്ഥ ഇനിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രതിഷേധം കോൺഗ്രസ് സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോതമംഗലത്ത് പുതിയ സ്റ്റേഡിയം ഉൾപ്പെടെ വൻ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കോതമംഗലം ക്രിക്കറ്റ് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 8 ഏക്കറിൽ കുറയാത്ത സ്ഥലത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയവും ബോർഡിംഗ് സൗകര്യത്തോടു കൂടിയ ഒരു സ്പോർട്സ് കോംപ്ലക്സുമാണ് കോതമംഗലം ക്രിക്കറ്റ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. 21-ന് കോഴപ്പള്ളി ഫാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കോതമംഗലം ക്ലബ്ബ് നടപ്പാക്കുന്ന പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ് നിർവഹിക്കും. ചടങ്ങിൽ 13 കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ വിതരണം ചെയ്യും. ഇന്ത്യ ലോക കിരീടം നേടിയ 1983-ൽ കോതമംഗലത്തെ ക്രിക്കറ്റ് പ്രേമികളായ ചെറുപ്പക്കാർ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് കോതമംഗലം ക്രിക്കറ്റ് ക്ലബ്ബ്. 2018 മുതൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനും MA അക്കാദമിയുമായി സഹകരിച്ച് ക്ലബ്ബ് നടത്തിയ കോച്ചിംഗ് ക്യാമ്പിലൂടെയും ടൂർണമെന്റുകളിലൂടെയും വളർന്നു വന്ന 13 യുവ പ്രതിഭകൾ ഇന്ന് ദേശീയ, സംസ്ഥാന, ജില്ലാ ടീമുകളിലെ മികച്ച താരങ്ങളാണ്. കായിക പെരുമയുടെ നാടായ കോതമംഗലത്ത് പുതിയ സ്റ്റേഡിയം ഉൾപ്പെടെ വൻ പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് കോതമംഗലം ക്രിക്കറ്റ് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. ജയേഷ് ജോർജാണ് ഉദ്ഘാടനം. അദ്ദേഹത്തെ ഇതിൽ ലഭിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം അത്ര തിരക്കുള്ള മനുഷ്യനാണ്. KCCക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം വരാൻ സംഭവിച്ചത്. അതിൻ്റെ ഞങ്ങളുടെ സ്റ്റേഡിയത്തിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ പറയാം. ഒരു 8 ഏക്കറോളം ഭൂമി മേടിച്ചുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാവും, ചെറിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാവും, വാക്കിംഗ് ട്രാക്കുകൾ ഉണ്ടാവും, അതിനൊപ്പം സൈക്ലിംഗ് ട്രാക്കുകളുണ്ടാവും, മഡ് റേസിനുള്ള സ്കോപ്പുകളുണ്ടാവും. ഇതൊക്കെ കോതമംഗലത്ത് നിന്ന് ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഈ പരിപാടി ആസൂത്രണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് KCCയെ സംബന്ധിച്ചിടത്തോളം KCCയിലെ മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു 10-20 ലക്ഷം രൂപയുടെ ഫണ്ടുകളുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതൊരു 4 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റായിട്ടാണ് കാണുന്നത്. 4 കോടി രൂപയുടെ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ സ്ഥലം വാങ്ങാൻ തന്നെ ഏകദേശം 2 കോടി രൂപയോളം വരും. ഒരു 8 ഏക്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ സ്ഥലങ്ങൾക്ക് വില കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുമല്ലോ. അതിനോടൊപ്പം തന്നെ KCCയുടെ ഒരു സപ്പോർട്ടും നമുക്ക് തരാം എന്ന് ഏറ്റിട്ടുണ്ട്. 8 ഏക്കറിൽ കുറയാത്ത സ്ഥലത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയവും ബോർഡിംഗ് സൗകര്യത്തോടു കൂടിയ ഒരു സ്പോർട്സ് കോംപ്ലക്സുമാണ് കോതമംഗലം ക്രിക്കറ്റ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. നാളെ വൈകിട്ട് 7:30-ന് കോഴിപ്പള്ളി ഫാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കോതമംഗലം ക്ലബ്ബ് നടപ്പാക്കുന്ന പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ് നിർവഹിക്കും. KCC പ്രസിഡന്റ് ജോസുകുട്ടി സേവ്യർ അധ്യക്ഷത വഹിക്കും. ദേശീയ, സംസ്ഥാന, ജില്ലാ തലങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ 13 കുട്ടികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ വിതരണം ചെയ്യും. കോതമംഗലം ക്രിക്കറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസുകുട്ടി സേവ്യർ, സെക്രട്ടറി ഷിബു ഐസക്, ട്രഷറർ കുര്യൻ ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഫാദർ ജോർജ് കരിന്തോളിൽ MCBS അന്തരിച്ചു. 71 വയസ്സായിരുന്നു. കരിന്തോളിൽ വർക്കി ത്രേസ്യാമ ദമ്പതികളുടെ മകനും കോതമംഗലം രൂപതയിലെ കൊടുവേലി ഇടവകാംഗവുമാണ്. സംസ്കാര ശുശ്രൂഷകൾ സെപ്റ്റംബർ 21/9/2024 ശനിയാഴ്ച രാവിലെ 9:30-ന് താന്നിപ്പുഴ ദിവ്യകാരുണ്യ ആശ്രമത്തിൽ.
ധ്യാനങ്ങളിലൂടെയും കൗൺസിലിംഗുകളിലൂടെയും പതിനായിരക്കണക്കിന് ആളുകളെ പുതുജീവിതത്തിലേക്ക് നയിച്ച വൈദികനായിരുന്നു ഫാദർ ജോർജ് കരിന്തോളിൽ MCBS. പുതുക്കാട് ഇടവകയിലെ അസിസ്റ്റന്റ് വികാരി, കൊല്ലാട് മെനർ സെമിനാരിയിലെ പ്രൊക്യുറേറ്റർ, ആലുവ MCBS സ്റ്റഡി ഇല്ലിത്തോട് ഹൗസിലെ ആത്മീയ പിതാവ്, ഇല്ലിത്തോട് സന്നിധാന ആശ്രമത്തിന്റെ ഡയറക്ടർ, അതിരമ്പുഴ ലിസ്യു മെനർ സെമിനാരിയിലെ ആത്മീയ പിതാവ്, റെക്ടർ, MCBS സഭയുടെ യൂക്കറിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിന്റെ കൗൺസിലർ, സുപ്പീരിയർ ജനറൽ, കരിമ്പാനി ആശ്രമത്തിലെ സുപ്പീരിയർ, കരിമ്പാനി ഇടവകയിലെ വികാരി, കാലടി ദിവ്യകാരുണ്യ ആശ്രമത്തിന്റെ ഡയറക്ടർ, ധ്യാനഗുരു എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2002 മുതൽ 2008 വരെ ദിവ്യകാരുണ്യ മിഷണറി സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലായി പ്രവർത്തിച്ചു. MCBS സന്യാസ സമൂഹത്തിന്റെ ആത്മീയതയുടെ മുഖമായിരുന്നു ഫാദർ ജോർജ് കരിന്തോളിൽ. കരിന്തോളിൽ വർക്കി ത്രേസ്യാമ ദമ്പതികളുടെ മകനും കോതമംഗലം രൂപതയിലെ കൊടുവേലി ഇടവക അംഗവുമാണ്. സംസ്കാര ശുശ്രൂഷകൾ സെപ്റ്റംബർ 21 ശനി രാവിലെ 9:30 താന്നിപ്പുഴ ദിവ്യകാരുണ്യ ആശ്രമത്തിൽ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ വരമരുളീണം. എന്തുകൊണ്ട് നാലവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആ ശബ്ദം മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പൊങ്ങി മുഴങ്ങും കാഹളനാദം ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാം വിളിക്കുന്നു, മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസം ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണം. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനും ദൈവവും സമൃദ്ധപ്രദാനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാണ് നിന്റെ ദാസനെ ആശ്രയിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രവർത്തിക്കും മഹിമയോടും ദിവവിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. ന്യൂസ് ബ്യൂറോ, കാലടി. വയനാട് ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സംസ്ഥാന നടപടികൾക്കെതിരെ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കന്യാകുഴിയുടെ നേതൃത്വത്തിൽ പഴയ വിടുതിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. KPCC മെമ്പർ R ബാലൻപിള്ള, ബ്ലോക്ക് പ്രസിഡന്റ് MP ജോസ്, DCC മെമ്പർ ലിജോ മുണ്ടപ്ലാക്കൽ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിനി മൂലൻകുഴിയിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു.
വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കള്ളക്കണക്കിലൂടെ ഫണ്ട് തട്ടിപ്പും ദുരുപയോഗവും നടത്തുന്ന LDF സർക്കാരിന്റെയും ദുരന്തബാധിതർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുന്നതിൽ അലംഭാവം കാട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയുടെ നേതൃത്വത്തിൽ പഴയ വിടുതിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. KPCC മെമ്പർ R. ബാലൻപിള്ള, ബ്ലോക്ക് പ്രസിഡന്റ് MP ജോസ്, DCC മെമ്പർ ലിജോ മുണ്ടപ്ലാക്കൽ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിനി മൂലൻകുഴിയിൽ, ബ്ലോക്ക് മെമ്പർ കിങ്ങിണി രാജേന്ദ്രൻ, വാർഡ് മെമ്പർമാരായ പ്രിൻസ് തോമസ്, മിനി ബേബി, DKTF മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ പുളിക്കൽ, INTUC മണ്ഡലം പ്രസിഡന്റ് അജി കാട്ടുമനയ്ക്കൽ, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് കലയത്തോലിൽ, KK രാജൻ, സ്റ്റാലിൻ മാർക്കോസ്, രവി ഈട്ടിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ആ ഉരുൾപൊട്ടലുണ്ടായ അന്ന് മുതൽ ജനങ്ങളുടെ സഹായത്തിന് വേണ്ടി കേഴുന്ന ഒരു ജനത അവരുടെ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാലയളവിൽ അവരുടെ ദുഃഖത്തിലും ദുരിതത്തിലും പങ്കുചേർന്ന രാജ്യത്തെ ലോകത്തെയും ജനത അവരെ സഹായിക്കുവാനും അവരെ തങ്ങളോടൊപ്പം ചേർത്ത് പിടിക്കുന്നതിനും തയ്യാറായ ഒരു ജനത. ആ ജനത നൽകിയ സഹായങ്ങളും അവർ നൽകിയ സേവനങ്ങളും അവർ നൽകിയ മറ്റു രീതിയിലുള്ള സഹായങ്ങളും എല്ലാം സാമ്പത്തികമായിട്ടും അല്ലാതെയുമുള്ള എല്ലാവിധ സഹായങ്ങളും ആ ജനതയെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ജനങ്ങളൊന്നാകെ തയ്യാറായി എങ്കിൽ ആ ജനങ്ങൾ സഹായിക്കാൻ തയ്യാറായ ജനതയെ കണ്ടു നിൽക്കുന്ന മുഴുവൻ ആളുകളെയും വിട്ടികളാക്കിക്കൊണ്ട് ഈ ദുരിതാശ്വാസ മേഖലകളിലേക്ക് കൊടുത്ത സംഭാവനകൾ മുഴുവനും കള്ളക്കണക്ക് എഴുതി അടിച്ചു മാറ്റുന്നതിന് വേണ്ടി തയ്യാറായ ഒരു ഭരണ സംവിധാനം അതാണ് കഴിഞ്ഞ ദിവസം ആ ദുരന്തബാധിത മേഖലകളിൽ സഹായിക്കുന്നതിന് വേണ്ടി കടന്നു ചെന്ന മരിച്ചുപോയ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി സഹായിച്ച ആളുകളുടെ എല്ലാം സേവനം അതിനെല്ലാം പ്രതിഫലം നിശ്ചയിച്ചുകൊണ്ട് അതിനൊക്കെ വേണ്ടി വന്ന ചെലവുകളുടെ ഒരു കണക്ക് കോടതിയിൽ കൊടുക്കുകയും സംസ്ഥാനത്തെ ഗവൺമെൻറ് ജനങ്ങളെ മുഴുവൻ വിട്ടുകളാക്കുകയും ചെയ്ത് കൊള്ളയടിക്കുന്ന ഈ ഒരു ഗവൺമെൻറ് നിലപാടിൻ്റെ ശക്തമായ പ്രതിഷേധം കേരളത്തിലാകമാനം ഉയർന്നു വന്നതിൻ്റെ ഭാഗമെന്ന നിലയിലാണ് രാജാക്കാട്ടിലും ഇത്തരമൊരു പ്രതിഷേധ പ്രകടനം നടത്തുവാൻ ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഈ ഇത്തരത്തിലുള്ള അഴിമതി ദൂർത്തും കൈമുതലായ ഒരു ഗവൺമെന്റ് ഭരണാധികാരി. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. തൊടുപുഴ ജ്യോതി സൂപ്പർ ബസാറിൽ പ്രവർത്തിക്കുന്ന SMA അബാക്കസ് 16ാമത് ഇന്റർനാഷണൽ അബാക്കസ് ഒളിമ്പ്യാഡിൽ മിന്നും വിജയം കരസ്ഥമാക്കി. ഒരു സൂപ്പർ ചാമ്പ്യൻ, 11 ചാമ്പ്യന്മാർ, 6 റാങ്ക് ജേതാക്കൾ ഉൾപ്പെടെ 18 പേരാണ് ജേതാക്കളായത്. വിജയികൾക്കുള്ള അനുമോദനവും സർട്ടിഫിക്കറ്റ് വിതരണവും 21 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 ഉപാസന ഓഡിറ്റോറിയത്തിൽ നടക്കും. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഉപാസന ഡയറക്ടർ ഫാദർ പ്രിൻസ് പരത്തിനാൽ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിക്കും. കോതമംഗലത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയുടെ ബാഗും മൊബൈൽ ഫോണും പണവും കവർന്ന കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. മടക്കത്താനം കൊണ്ടുപറമ്പിൽ വീട്ടിൽ ഷിജുവിനെയാണ് കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ ബിജോയ് PT നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടയിൽ കാലടിയിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്ന ഇരമല്ലൂർ സ്വദേശിനിയായ യുവതി ആശുപത്രി കാഷ്വാലിറ്റിയുടെ വരാന്തയിൽ വിശ്രമിക്കുന്നതിനിടെയായിരുന്നു മോഷണം നടന്നത്. 15,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും 5,000 രൂപയും മറ്റു രേഖകളുമാണ് മോഷണം പോയത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ അന്വേഷണ സംഘം കാലടിയിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. മടക്കത്താനം കൊണ്ടുപറമ്പിൽ വീട്ടിൽ ഷിജുവിനെയാണ് കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ ബിജോയ് PT നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അന്വേഷണ സംഘത്തിൽ SIമാരായ ഷാഹുൽ ഹമീദ് PB, ആൽബിൻ സണ്ണി, ഇബ്രാഹിം TM എന്നിവർ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വണ്ടിപ്പെരിയാർ 63ാം മൈലിലെയും സമീപ പ്രദേശങ്ങളിലെയും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 63ാം മൈലിൽ ആരംഭിച്ച നിരാഹാര സമരത്തിൽ വനംവകുപ്പിന്റെ ഇടപെടൽ. കോട്ടയം DFOയുടെ നേതൃത്വത്തിൽ സമരക്കാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടത്തി. പ്രദേശത്ത് ശല്യമായി വിഹരിക്കുന്ന കാട്ടുപോത്തുകളെ തുരത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സമരത്തിന് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയതോടെ സമരം അവസാനിപ്പിച്ചു. വണ്ടിപ്പെരിയാർ 63ാം മൈലിലെയും സമീപ പ്രദേശങ്ങളിലെയും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 63ാം മൈലിൽ ആരംഭിച്ച നിരാഹാര സമരത്തിൽ വനംവകുപ്പിന്റെ ഇടപെടൽ സമരം അവസാനിപ്പിച്ചു.
വണ്ടിപ്പെരിയാർ 63 മൈലിലെയും സമീപ പ്രദേശങ്ങളിലെയും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കർഷകർക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായതോടുകൂടിയായിരുന്നു വനം വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാവാതെ സത്യാഗ്രഹ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് അറിയിച്ചതോടെയാണ് കോട്ടയം DFOയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല വനം വകുപ്പ് ഉദ്യോഗസ്ഥർ RRT ടീമിനൊപ്പം സമരപ്പന്തലിൽ എത്തി ചർച്ച നടത്തിയത്. പ്രദേശത്ത് ഇപ്പോൾ അപകടകാരികളായി വിരഹിക്കുന്ന കാട്ടുപോത്തുകളെ തുരത്തുകയോ ഇത് സാധിക്കാത്ത പക്ഷം മയക്കുവെടിവെച്ച് കൊണ്ടുപോവുകയും വനാതിർത്തിയോട് ചേർന്നുള്ള ഡ്രഞ്ചുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി മുള്ളുവേലികൾ സ്ഥാപിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. നിങ്ങൾ പണി തുടങ്ങുക, ഞങ്ങൾ നിർത്താം. 4 മണിയായപ്പോൾ അതുവഴി അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാകും. ഇത് പരിഹാരം ഉണ്ടാക്കുക പ്രദേശത്തെ കാട്ടുപോത്ത് ശല്യത്തിന് പരിഹാരമായി ആദ്യപടിയെന്നവണ്ണം തങ്ങൾ വനാതിർത്തികൾ സന്ദർശിച്ച് RRT ടീമിനെ നിയോഗിച്ച് പരിശോധന നടത്തിയ ശേഷം അടുത്ത ദിവസം തന്നെ കാട്ടുപോത്തുകളെ തുരത്തുവാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ട്രെഞ്ചുകൾ പുനർനിർമ്മിച്ച് സോളാർ ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുമെന്നും അപകടകാരിയായ കാട്ടുപോത്തിനെ തുരത്താൻ സാധിക്കാത്ത പക്ഷം ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മയക്കുവെടിവെച്ച് പ്രദേശത്തു നിന്നും നീക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും കോട്ടയം DFO N രാജേഷ് അറിയിച്ചു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം മിനിയാന്ന് ഇവിടെ ഒരു അതിദാരുണമായിട്ടൊരു സംഭവം ഉണ്ടായി. ഒരു 65 വയസ്സുള്ള ചേച്ചിയെ ഒരു കാട്ടുപോത്ത് ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി. ഭാഗ്യം കൊണ്ട് ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ പ്രദേശവാസികളുമായിട്ടുള്ള ചർച്ച നടത്തി. ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഞങ്ങൾ രാവിലെ ഒരു യോഗം നടത്തി അത് പ്രകാരം തീരുമാനമെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ അവരുടേതായ ഭാഗത്തുനിന്ന് വന്ന ആവശ്യങ്ങൾ പ്രധാനമായിട്ടും ഈ കാട്ടുപോത്തിന് അതിൽ അക്രമകാരിയായ ഒരു പ്രത്യേകിച്ചും ഐഡൻറ്റിഫൈ ആവുന്ന ഒരു കാട്ടുപോത്തുണ്ട്. അതിനെ അവിടുന്ന് മാറ്റിയേ തീരുള്ളൂ എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ആവശ്യം. അപ്പോൾ ആ കാട്ടുപോത്തിനെയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 3-4 കാട്ടുപോത്തിനെയാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ഈ കൃഷിയുടെ ഏരിയയിലുള്ളത്. അപ്പോൾ അതിനെ ഒന്നിനെയല്ല എല്ലാത്തിനും തന്നെ നമ്മളിവിടുന്ന് ഒരു ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ അതിനെ ഡ്രൈവ് ചെയ്തത്, അതായത് അതിനെ തിരിച്ച് ഒരു 1.5 കിലോമീറ്റർ കാട്ടിൽ നിന്ന് വിട്ടിട്ടാണ് നിൽക്കുന്നത്. തിരിച്ച് തന്നെ കാട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി നാളെ തന്നെ ആരംഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തൊട്ട് 2 ടീം ഉണ്ടാവും ഫീൽഡിൽ. ഈ 2 ടീം ഓർഡർ ചെയ്തിരിക്കും. അതിന് ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഇതിന് സൈമൾട്ടേനിയസ് ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഈ കാട്ടുപോത്തിനെ നിരീക്ഷിച്ച് അതിനെ തിരിച്ച് അപ്പുറത്ത് പടക്കും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് അപ്പുറത്തേക്ക് ഓടിച്ചു വിടുന്നതിനുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കാതെ വന്ന ഈ അപകടകാരിയായ കാട്ടുപോത്ത് തിരിച്ചു പോകാൻ കൂട്ടാക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ മുഖ്യ വന്യജീവി വനപാലകനുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുമതി വാങ്ങി അതിനെ മയക്കുവെടി വെച്ച് ഈ സ്ഥലത്തു നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തീരുമാനമായിട്ടുള്ളത്. ഇതുകൂടാതെ ഈ മൃഗങ്ങളെ നമ്മൾ അപ്പുറത്തേക്ക് കാട്ടിനുള്ളിലേക്ക് കടത്തി വിട്ടതിന് ശേഷം നിലവിലവിടെ ആന ട്രഞ്ചുണ്ട്, ചില ഭാഗങ്ങളിൽ അത് ഇടിഞ്ഞു പോയിട്ടുണ്ട്. അതിന് അടിയന്തരമായിട്ടിപ്പം അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി ഓൾറെഡി എടുത്തു കഴിഞ്ഞ് ടെൻഡറെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അത് അടിയന്തരമായിട്ട് തന്നെ 2-3 ദിവസത്തിനകത്ത് ആ ജോലി ആരംഭിക്കും. അത് കൂടാതെ അഡീഷണലായിട്ട് ആ ട്രെഞ്ചിൻ്റെ കൂടെ തന്നെ കാട്ടുപോത്ത് വീണ്ടും ഇപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സോളാർ ഫെൻസിങ്ങിൻ്റെ ഒരു 3 ലൈനോ 4 ലൈനോ ഉള്ളൊരു സോളാർ ഫെൻസിങ് കൂടെ നമ്മൾ അഡീഷണലായിട്ട് ഒരു 3 കിലോമീറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു ആവശ്യം അവരുടെ ഭാഗത്തുനിന്ന് വന്നത് ട്രെഞ്ചിൻ്റെ ഇങ്ങേ സൈഡിൽ കമ്പിവേലി ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു ഫെൻസിങ് ചില ഭാഗങ്ങളിലും വേണ്ടി വരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ഫീൽഡ് പരിശോധിച്ചിട്ട് അതിൻ്റെ ആവശ്യകത തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കാമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ നമ്മൾ ഇവരുടെ ഈ പരിക്ക് പറ്റിയ സ്ത്രീയുടെ ചികിത്സാ ചെലവ് 1 ലക്ഷം വരെയുള്ളത് ഹോസ്പിറ്റലിലേക്ക് കൈമാറാമെന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് കോട്ടയം DFO N രാജേഷ്, തേക്കടി DD പാട്ടീൽ, സിയോഗ് സുഭാഷ് റാവു IFS, തേക്കടി AFD സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ RRT ടീമിനൊപ്പം തൊണ്ടിയാർ വനാതിർത്തി മേഖലയിൽ പരിശോധന നടത്തി. ഇതോടൊപ്പം കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കുഴുവമാക്കൽ, KS സിദ്ദിഖ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷ ഷാരി ബിനുശങ്കർ, ജില്ലാ സെക്രട്ടറി ഷാൻ അരൂപ്ലാക്കൽ, BJP ഉപാധ്യക്ഷൻ K കുമാർ, പീരുമേട് നിയോജകമണ്ഡലം പ്രസിഡന്റ് അമ്പിയിൽ മുരുകൻ എന്നിവരും സത്യാഗ്രഹ സമരത്തിന് പിന്തുണയെത്തിയിരുന്നു. തൊണ്ടിയാർ വനാതിർത്തി മേഖലകൾ സന്ദർശിച്ച ശേഷമെത്തിയ വനപാലക സംഘം കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സ്റ്റെല്ല എന്ന കർഷകയ്ക്ക് അടിയന്തര ചികിത്സാ ധനസഹായം എത്തിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും അറിയിച്ചു. തുടർന്ന് വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ ബെഞ്ചമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സത്യാഗ്രഹ സമരത്തിൽ നിരാഹാരമിരുന്ന മാർട്ടിൻ കൊച്ചുപറിക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ് എന്നിവർക്ക് നാരങ്ങാ നീർ നൽകി നിരാഹാര സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചു.
VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. ബിസിനസ് ന്യൂസ്. അധീന ബേക്കറി തൊടുപുഴ ന്യൂമാൻ കോളേജിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാന മാതാപ്പള്ളി വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയിൽ വെഞ്ചിരിപ്പ് നിർവഹിച്ചു. ബേക്കറി ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പുറമെ വിവിധയിനം മിഠായികൾ, കേക്കുകൾ തുടങ്ങിയവയും ബേക്കറിയിൽ നിന്നും ലഭ്യമാണെന്ന് ഉടമ മിന്റോ ചാണ്ടി പറഞ്ഞു. തൊടുപുഴ ന്യൂമാൻ കോളേജിനും വിമല പബ്ലിക് സ്കൂളിനും മധ്യേ ഐശ്വര്യ ടവറിലാണ് അധീന ബേക്കറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നഗരത്തിലെ തിരക്കിൽ നിന്നും മാറി ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരുക്കിയിരിക്കുന്ന സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളി വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയിൽ നിർവഹിച്ചു. മനുഷ്യ സേവനത്തിനായി ആരംഭിച്ചിരിക്കുന്ന ഈ കടയെ ആശീർവദിക്കണമേ. നീതി സത്യസന്ധയോടെ വളർന്നു വരട്ടെ. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകരെ, ഇവിടെ ജോലി ചെയ്യുന്നവരെ, ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, കർത്താവേ ഞങ്ങളടയ്ക്കും ബേക്കറി ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പുറമെ വിവിധയിനം മിഠായികൾ, കേക്കുകൾ, ചായ, കാപ്പി, ചെറുകടികൾ, ഐസ്ക്രീം, നാരങ്ങാ വെള്ളം തുടങ്ങിയവ ഇവിടെ ലഭ്യമാണെന്ന് ഉടമ മിന്റോ ചാണ്ടി പറഞ്ഞു. ഞാനൊരു പുതിയ ബേക്കറി ആരംഭിച്ചിരിക്കുകയാണ്. സ്ഥലം ന്യൂമാൻ കോളേജിൻ്റെ ഫ്രണ്ട് ബൈപ്പാസിലാണ്. ന്യൂമാൻ കോളേജിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. സ്ഥാപനത്തിൻ്റെ പേര് അധീന ബേക്കറി എന്നാണ്. പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. സീറ്റിംഗ് സൗകര്യമുണ്ട്. ഫ്രഷ് ജ്യൂസ്, ഷെയ്ക്ക്, ചായ, കോഫി, സ്നാക്സ്, ഐസ്ക്രീംസ്, ഓൾമോസ്റ്റ് ബേക്കറി ഐറ്റംസ്, പാല്, തൈര് എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരെയും ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള വിപുലമായ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള KSRTC ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് ആരംഭിച്ചു. തൊടുപുഴ MLA PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ 5 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. മണക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ തൊടുപുഴ MLA PJ ജോസഫ് തിരിതെളിയിച്ചു. തൊടുപുഴ മോർ ജംഗ്ഷനിൽ കോതായിക്കുന്ന് റോഡിൽ PWD വകുപ്പിന്റെ വാരിക്കുഴി. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ വഴിയിൽ രൂപം കൊണ്ട ഈ കുഴിയിൽപ്പെട്ട് അപകടങ്ങൾ തുടർക്കഥയാകുകയാണ്.
കോതമംഗലം, കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 23-ന് കോതമംഗലം DFO ഓഫീസിലേക്ക് ആനസമരം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാർ അറിയിച്ചു. ധ്യാനങ്ങളിലൂടെയും കൗൺസിലിംഗുകളുടെയും 10,000-കണക്കിന് ആളുകളെ പുതുജീവിതത്തിലേക്ക് നയിച്ച ഫാദർ ജോർജ് കരിന്തോളിൽ MCBS അന്തരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.